ഞാൻ ആനിമെ കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് അത് ഈ കാണിക്കുന്ന പോലെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് നരുട്ടോയിൽ കാണിക്കുന്ന ഇച്ചിറാക്കു റാമൻ. പക്ഷേ നമ്മുടെ തൃശ്ശൂർ അങ്ങനെ ഒതന്റിക് ആയിട്ടുള്ള ഒരു ഏഷ്യൻ ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള മിറായ് റെസ്റ്റോറന്റ് ഞാൻ ഒരു ദിവസം പോയത്. ഇവരിപ്പോൾ പുതിയതായിട്ട് ഏഷ്യൻ കുസീൻസ് ഇവരുടെ മെനുവിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഐറ്റംസ് ഞാൻ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കിയത് ഒരു പനീർ സാത്തയാണ്. അത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ ഉള്ള ഒരു ഐറ്റം ആയിരുന്നു. പിന്നെ ഇവർ ഇതിന്റെ ഒപ്പം സെർവ് ചെയ്തിട്ടുള്ള ഒരു പീനട്ട് ഫ്ലേവറുള്ള ഡിപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ ഒരു തായ് ലോലിപോപ്പ് ട്രൈ ചെയ്തത്. കൂട്ടത്തിൽ കുറച്ചും കൂടി ഹെവി ഫ്ലേവർ ഉള്ള ഒരു ഐറ്റം ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ചില്ലി ഓയിലിന്റെ ഒക്കെ ഒരു ഫ്ലേവർ എനിക്ക് ഇതിന് ഫീൽ ചെയ്തു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ കഴിച്ച ഐറ്റാണ് ബുദ്ധ ബോൾ. ചിക്കനും പനീറും പിന്നെ കുറെ വെജീസ് ഒക്കെ ഇട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. ഇതിനും വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് ഉണ്ടായിരുന്നത്. ഇതിലുള്ള റൈസും ചിക്കനും വെജീസും മഷ്റൂമും പനീറും എല്ലാം കൂടി കഴിക്കാനായിട്ട് കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന ഐറ്റം എത്തിയത് ടെറിയാക്കി റാമൻ. ഇതൊക്കെ ചോപ്സ്റ്റിക്ക് വെച്ചാണ് കഴിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ അറിയാത്ത കാരണമാണ് ഞാൻ സ്പൂൺ ഫോക്കും വെച്ച് കഴിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് റാമൻ ട്രൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ കഴിച്ച ഐറ്റാണ് ടോമിയം റൈസ്. സംഭവം കാണാനായിട്ട് നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസിന്റെ ഒക്കെ പോലെ ഇരിക്കുമെങ്കിലും അതിന്റെ ടേസ്റ്റ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഐറ്റാണിത്. ചെറിയൊരു ടാങ്കി ഫ്ലേവർ ആണ് ഇതിനുള്ളത്. പിന്നെ ഇത്രയും റൈസ് ഒക്കെ ഓർഡർ ചെയ്തല്ലേ, എന്തായാലും ഒരു കറിയും കൂടിയും വേണ്ടേ നമുക്ക്. അതിന് വേണ്ടി ഞാൻ ഓർഡർ ചെയ്താണ് കാങ്ലുങ്. ഇത് ചിക്കനിലും ഫിഷിലും പ്രോൺസിലും അവൈലബിൾ ആണ്. ഞാൻ ചൂസ് ചെയ്ത ചിക്കനാണ്. ഒരു മല്ലിയുടെ ഫ്ലേവർ ആണ് ഇതിന് എടുത്ത് നിൽക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച ശേഷം ഇവർക്കൊരു പാർട്ടി ഹോൾ ഉണ്ട്. അതും കൂടി ഒന്ന് കാണാൻ പോയി. അത്യാവശ്യം 10-20 പേർക്കൊക്കെ ഒരു പാർട്ടി നടത്താനുള്ള ഒരു സ്പേസ് ഇതിനുണ്ട്.